ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗങ്ങൾ ലേവ്യരുടെ പുസ്തകം 16 അധ്യായം മുതൽ 20 വരെയും സങ്കീർത്തനങ്ങൾ 104 105. ലേവ്യർ അധ്യായം 16. പരിഹാര ദിനം. അഹരോന്റെ 2 പുത്രന്മാരുടെ മരണത്തിനു ശേഷം കർത്താവ് മോശയോട് വചിച്ചു. കർത്തൃസന്നിധിയിൽ അണഞ്ഞപ്പോഴാണ് അവർ മരിച്ചത്. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, കൃപാസനത്തിനു മേൽ മേഘത്തിൽ ഞാൻ കാണപ്പെടുമെന്നതുകൊണ്ട് അവൻ മരിക്കാതിരിക്കേണ്ടതിന് ഏതു നേരത്തും പേടകത്തിനു മുകളിലെ കൃപാസനത്തിനു മുമ്പിലേക്ക്, അതായത് തിരശ്ശീലയ്ക്കുള്ളിലെ വിശുദ്ധ സ്ഥലത്തേക്ക് അവൻ പ്രവേശിക്കരുതെന്ന് നിന്റെ സഹോദരനായ അഹരോനോട് നീ പറയണം. ഈ വ്യവസ്ഥയിലാണ് അഹരോൻ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കേണ്ടത്. പാപമുക്തിയാഗത്തിനുള്ള ഒരു മൂരിക്കിടാവ് കൂടെ ഉണ്ടായിരിക്കണം. ഹോമയാഗത്തിനുള്ള ഒരു മുട്ടാടും ചണം കൊണ്ടുള്ള വിശുദ്ധ നിലയങ്കി അവൻ ധരിച്ചിരിക്കണം. ചണത്തിന്റെ കാൽശരായികളും അവന്റെ ദേഹത്തുണ്ടായിരിക്കണം. ചണത്തിന്റെ അരപ്പട്ട കൊണ്ട് അവൻ അരമുറുക്കുകയും ചണത്തിന്റെ ശിരോവസ്ത്രം കൊണ്ട് ശിരസ് മൂടുകയും വേണം. അവ വിശുദ്ധ വസ്ത്രങ്ങളാകുന്നു. തന്റെ ശരീരം വെള്ളം കൊണ്ട് കഴുകിയിട്ടാണ് അവൻ അവ ധരിക്കേണ്ടത്. കൂടാതെ ഇസ്രായേലി സമൂഹത്തിൽ നിന്ന് പാപമുക്തിയാഗത്തിനായി 2 കോലാട്ടിൻ മുട്ടന്മാരെയും ഹോമയാഗത്തിനായി ഒരു മുട്ടാടിനെയും അവൻ സ്വീകരിക്കണം. അഹരോൻ തനിക്കായി പാപമുക്തിയാഗത്തിനുള്ള മൂരിയെ അർപ്പിക്കണം. അങ്ങനെ തനിക്ക് വേണ്ടിയും തന്റെ കുടുംബത്തിനു വേണ്ടിയും അവൻ പരിഹാരം ചെയ്യണം. അനന്തരം 2 മുട്ടാടുകളെയും എടുത്ത് അവയെ സമാഗമ കൂടാരവാതിൽക്കൽ കർത്തൃസന്നിധിയിൽ നിർത്തണം. അഹരോൻ 2 മുട്ടാടുകളെയും പ്രതി നറുക്കിടണം. ഒരു നറുക്ക് കർത്താവിനും മറ്റേ നറുക്ക് അസസേലിനും. കർത്താവിനായി നറുക്ക് വീണ മുട്ടാടിനെ അഹരോൻ സമർപ്പിക്കണം. അതിനെ പാപമുക്തിയാഗമാക്കണം. എന്നാൽ അസസേലിന് നറുക്ക് വീണ മുട്ടാടിനെ അത് മുഖാന്തരം പരിഹാരം ചെയ്യുന്നതിന് അസസേലിനായി മരുഭൂമിയിലേക്ക് വിട്ടയക്കാൻ വേണ്ടി ജീവനോടെ കർത്താവിന്റെ മുമ്പിൽ നിർത്തണം. അഹരോൻ തനിക്കായി പാപമുക്തിയാഗത്തിനുള്ള മൂരിയെ സമർപ്പിച്ച് തനിക്ക് വേണ്ടിയും തന്റെ കുടുംബത്തിനു വേണ്ടിയും പരിഹാരം ചെയ്യണം. തനിക്കായി പാപമുക്തിയാഗത്തിനുള്ള മൂരിയെ അവൻ അർക്കണം. അനന്തരം അവൻ കലശം നിറയെ കർത്തൃസന്നിധിയിൽ നിന്നുള്ള ബലിപീഠത്തിന്മേൽ നിന്ന് തീക്കനലുകളും തന്റെ കൈക്കുടന്ന് നിറയെ നേരിയ സുഗന്ധധൂപന വസ്തുവും എടുത്ത് തിരശ്ശീലയ്ക്കകത്ത് കൊണ്ടുവരണം. കർത്തൃസന്നിധിയിൽ വെച്ച് അവൻ ധൂപന വസ്തു തീയിലിടണം. അപ്പോൾ സാക്ഷ്യത്തിന്മേലുള്ള കൃപാസനത്തെ ധൂമപടലം മറയ്ക്കും. അവൻ മരിക്കുകയില്ല. അനന്തരം മൂരിയുടെ രക്തത്തിൽ നിന്ന് അല്പമെടുത്ത് തന്റെ കൈവിരൽ കൊണ്ട് കൃപാസനത്തിനു മുമ്പിൽ കിഴക്ക് ഭാഗത്ത് തൂകണം. അവൻ കൈവിരൽ കൊണ്ട് കുറച്ച് രക്തമെടുത്ത് കൃപാസനത്തിനു മുമ്പിലായി 7 പ്രാവശ്യം തൂകണം. അനന്തരം അവൻ ജനത്തിന്റെ പാപമുക്തിയാഗത്തിനുള്ള മുട്ടാടിനെ അറുത്ത് അതിന്റെ രക്തം തിരശ്ശീലയ്ക്കകത്ത് കൊണ്ടുവരണം. മൂരിയുടെ രക്തത്തിന്റെ കാര്യത്തിൽ ചെയ്തതുപോലെ അതിന്റെ രക്തം കൊണ്ടും ചെയ്യണം. കൃപാസനത്തിന്മേലും കൃപാസനത്തിന് മുമ്പിലും അത് തൂകണം. അങ്ങനെ ഇസ്രായേല്യരുടെ മലിനതകളിൽ നിന്നും അകൃത്യങ്ങളിൽ നിന്നുമുള്ള അവരുടെ എല്ലാ പാപങ്ങളും മൂലം വിശുദ്ധ സ്ഥലത്തെ പ്രതി അവൻ പരിഹാരം ചെയ്യണം. അവരുടെ മലിനതകളുടെ മധ്യേ അവിടുന്ന് അവരോടൊത്ത് വസിക്കുന്ന സമാഗമ കൂടാരത്തിനു വേണ്ടിയും അവൻ ഇപ്രകാരം ചെയ്യണം. പരിഹാരം ചെയ്യുന്നതിനായി അവൻ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് പുറത്തു വരുന്നതുവരെ ഒരു മനുഷ്യനും സമാഗമ കൂടാരത്തിലുണ്ടായിരിക്കാൻ പാടില്ല. അവൻ തനിക്ക് വേണ്ടിയും തന്റെ കുടുംബത്തിനു വേണ്ടിയും മുഴുവൻ ഇസ്രായേൽ സമൂഹത്തിനു വേണ്ടിയും പരിഹാരം അനുഷ്ഠിക്കണം. അനന്തരം അവൻ കർത്തൃസന്നിധിയിലുള്ള ബലിപീഠത്തിലേക്ക് ചെന്ന് അതിനെ പ്രതിയും പരിഹാരം ചെയ്യണം. മൂരിയുടെ കുറച്ച് രക്തവും മുട്ടാടിന്റെ കുറച്ച് രക്തവും എടുത്ത് ബലിപീഠത്തിന്റെ കൊമ്പുകളിൽ ചുറ്റും പുരട്ടണം. അവൻ തന്റെ വിരൽ കൊണ്ട് 7 പ്രാവശ്യം കുറച്ച് രക്തം അതിന്മേൽ തൂകണം. അങ്ങനെ അവൻ ഇസ്രായേല്യരുടെ മലിനതകളിൽ നിന്ന് അതിനെ ശുദ്ധീകരിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യണം. വിശുദ്ധ സ്ഥലത്തിനായും സമാഗമ കൂടാരത്തിനായും ബലിപീഠത്തിനായും പരിഹാരം ചെയ്യുന്നത് പൂർത്തിയാക്കിയിട്ട് അവൻ ജീവനുള്ള മുട്ടാടിനെ അടുത്തു കൊണ്ടുവരണം. അഹരോൻ തന്റെ 2 കൈകളും ജീവനുള്ള മുട്ടാടിന്റെ തലയിൽ വെച്ചിട്ട് ഇസ്രായേല്യരുടെ എല്ലാ പാപങ്ങൾക്കുമായി അവരുടെ എല്ലാ കുറ്റങ്ങളും അപരാധങ്ങളും ഏറ്റുപറയണം. അവ മുട്ടാടിന്റെ ശിരസിൽ ചുമത്തി ഒരുങ്ങി നിൽക്കുന്ന ഒരാളുടെ കൈവശം മരുഭൂമിയിലേക്ക് അയക്കണം. അവരുടെ കുറ്റങ്ങളെല്ലാം വിജനപ്രദേശത്തേക്ക് മുട്ടാട് തന്റെ മേൽ സംവഹിക്കും. അവൻ മുട്ടാടിനെ മരുഭൂമിയിൽ ഉപേക്ഷിക്കണം. അഹരോൻ സമാഗമ കൂടാരത്തിൽ ചെന്ന് അവൻ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചപ്പോൾ ധരിച്ചിരുന്ന ചണവസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി അവിടെ അവ വയ്ക്കണം. അനന്തരം അവൻ വിശുദ്ധമായ ഒരു സ്ഥലത്ത് വെച്ച് ദേഹം വെള്ളം കൊണ്ട് കഴുകി സ്വന്തം വസ്ത്രങ്ങൾ ധരിച്ച് പുറത്തു വരണം.
തൻ്റെ ഹോമയാഗവും ജനത്തിൻ്റെ ഹോമയാഗവും അർപ്പിച്ച് തനിക്ക് വേണ്ടിയും ജനത്തിനു വേണ്ടിയും അവൻ പരിഹാരം ചെയ്യണം. പാപമുക്തിയാഗത്തിനുള്ള മൃഗത്തിന്റെ മേധസ് ബലിപീഠത്തിൽ ധൂമിക്കണം. മുട്ടാടിനെ അസസേലിനു വേണ്ടി കൊണ്ടുവിട്ടവൻ വെള്ളത്തിൽ തന്റെ വസ്ത്രങ്ങൾ അലക്കുകയും ദേഹം കഴുകുകയും വേണം. അതിനുശേഷം അവന് പാളയത്തിൽ പ്രവേശിക്കാം. പാപമുക്തിയാഗമാക്കിയ മൂരിയെയും പാപമുക്തിയാഗമാക്കിയ മുട്ടാടിനെയും പാളയത്തിന് വെളിയിൽ കൊണ്ടുപോകണം. അവയുടെ രക്തമാണല്ലോ പരിഹാരം ചെയ്യാനായി വിശുദ്ധ സ്ഥലത്ത് കൊണ്ടുവന്നത്. അവയുടെ തോലും മാംസവും ചാണകവും അവർ അഗ്നിയിൽ ദഹിപ്പിക്കണം. അവ ദഹിപ്പിക്കുന്നവൻ വെള്ളത്തിൽ തന്റെ വസ്ത്രങ്ങൾ അലക്കുകയും ദേഹം കഴുകുകയും വേണം. അതിനുശേഷം അവന് പാളയത്തിൽ പ്രവേശിക്കാം. ഇത് നിങ്ങൾക്കൊരു ശാശ്വത ചട്ടമാണ്. 7-ാം മാസത്തിന്റെ 10-ാം തീയതി നിങ്ങൾ നിങ്ങളെ തന്നെ എളിമപ്പെടുത്തണം. നിങ്ങൾ ദേശവാസിയാകട്ടെ, നിങ്ങളുടെ ഇടയിൽ തൽക്കാലവാസം ചെയ്യുന്ന പ്രവാസിയാകട്ടെ, ഒരു ജോലിയും ചെയ്യരുത്. എന്തെന്നാൽ ഈ ദിവസമാണ് നിങ്ങളെ ശുദ്ധീകരിക്കാനായി അവൻ നിങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്യുന്നത്. നിങ്ങൾ കർത്താവിന്റെ മുമ്പാകെ നിങ്ങളുടെ പാപങ്ങളിൽ നിന്നെല്ലാം ശുദ്ധിയുള്ളവരായിരിക്കണം. അത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ എളിമപ്പെടുത്താനുള്ള പൂർണ്ണ വിശ്രമത്തിന്റെ സാപത്താണ്. ഇത് ഒരു ശാശ്വത ചട്ടമാണ്. സ്വപിതാവിന്റെ സ്ഥാനത്ത് പുരോഹിത ശുശ്രൂഷയ്ക്കായി അവൻ അഭിഷേകം ചെയ്ത് പ്രതിഷ്ഠിക്കുന്ന പുരോഹിതൻ വിശുദ്ധ വസ്ത്രങ്ങളായ ചണവസ്ത്രങ്ങൾ അണിഞ്ഞ് പരിഹാരം ചെയ്യണം. വിശുദ്ധ സ്ഥലത്തെ ശ്രീകോവിലിനായി അവൻ പരിഹാരം ചെയ്യണം. സമാഗമ കൂടാരത്തിനായും ബലിപീഠത്തിനായും അവൻ പരിഹാരം അനുഷ്ഠിക്കണം. പുരോഹിതന്മാരെ പ്രതിയും സമൂഹത്തിലെ സകല ജനത്തെ പ്രതിയും അവൻ പരിഹാരം ചെയ്യണം. ആണ്ടിലൊരിക്കൽ ഇസ്രായേലിയരുടെ എല്ലാ പാപങ്ങളിൽ നിന്ന് അവരെ പ്രതി പരിഹാരം ചെയ്യുന്നതിന് ഇത് നിങ്ങൾക്കുള്ള ശാശ്വത ചട്ടമായിരിക്കും. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവൻ പ്രവർത്തിച്ചു. ലേവ്യർ അധ്യായം 17. രക്തത്തിന്റെ പവിത്രത. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: അഹരോനോടും അവന്റെ പുത്രന്മാരോടും എല്ലാ ഇസ്രായേല്യരോടും പറയാനായി കർത്താവ് കൽപ്പിച്ച വചനം ഇതാണ്. നീ അവരോട് പ്രഖ്യാപിക്കുക: ഇസ്രായേൽ ഭവനത്തിലുള്ള ആരെങ്കിലും ഒരാൾ കാളയെയോ ചെമ്മരിയാടിനെയോ കോലാടിനെയോ പാളയത്തിൽ അറക്കുകയോ പാളയത്തിന് പുറത്ത് അറക്കുകയോ ചെയ്തിട്ട് കർത്താവിന്റെ ആലയത്തിനു മുമ്പിൽ കർത്താവിന് കാണിക്കയായി അർപ്പിക്കുന്നതിന് സമാഗമ കൂടാരവാതിൽക്കിലേക്ക് അതിനെ കൊണ്ടുവരാതിരുന്നാൽ രക്തം ചിന്തിയ ആളോട് രക്തത്തിന് കണക്ക് ചോദിക്കപ്പെടും. അയാൾ സ്വജനത്തിനിടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. ഇത് ഇസ്രായേലിയർ തുറസായ ഇടത്ത് ബലി കഴിക്കുന്ന അവരുടെ ബലിമൃഗങ്ങളെ കർത്താവിനായി സമാഗമ കൂടാരവാതിൽക്കിലേക്ക് പുരോഹിതന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നതിനും അവയെ സമാധാന ബലികളായി കർത്താവിന് ബലിയർപ്പിക്കുന്നതിനും വേണ്ടിയാണ്. പുരോഹിതൻ രക്തം സമാഗമ കൂടാരവാതിൽക്കൽ കർത്താവിന്റെ ബലിപീഠത്തിന്മേൽ തളിക്കണം. മേധസ് കർത്താവിന് സുരഫല പരിമളത്തിനായി ധൂമിക്കണം. അവൻ ആരുടെ പിന്നാലെ വ്യഭിചരിച്ചിരുന്നോ ആ അജദുർഭൂതങ്ങൾക്ക് ഇനിയും തങ്ങളുടെ ബലികൾ അർപ്പിക്കരുത്. ഇത് അവർക്ക് അവരുടെ തലമുറകളിലേക്ക് ശാശ്വത ചട്ടമായിരിക്കണം. നീ അവരോട് പറയണം: ഇസ്രായേൽ ഭവനത്തിൽ നിന്നും അവരുടെ ഇടയിൽ തൽക്കാലവാസം ചെയ്യുന്ന പ്രവാസിയിൽ നിന്നും ഹോമയാഗമോ ബലിസമർപ്പണമോ നടത്തുന്ന ഓരോരുത്തരും അത് കർത്താവിനർപ്പിക്കാൻ സമാഗമ കൂടാരവാതിൽക്കൽ കൊണ്ടുവരുന്നില്ലെങ്കിൽ അയാൾ സ്വജനങ്ങളിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. ഇസ്രായേൽ ഭവനത്തിൽ നിന്നോ അവരുടെ ഇടയിൽ തൽക്കാലവാസം ചെയ്യുന്ന പ്രവാസിയിൽ നിന്നോ ആരെങ്കിലും ഏതെങ്കിലും രക്തം ഭക്ഷിച്ചാൽ രക്തം ഭക്ഷിക്കുന്ന ആ വ്യക്തിക്കെതിരെ ഞാൻ മുഖം തിരിക്കും. ഞാൻ അവനെ സ്വജനത്തിനിടയിൽ നിന്ന് വിച്ഛേദിച്ചു കളയും. എന്തെന്നാൽ ശരീരത്തിന് ജീവൻ രക്തത്തിലാണ്. അത് ബലിപീഠത്തിന്മേൽ നിങ്ങളുടെ ജീവനെ പ്രതി പരിഹാരം ചെയ്യാനായി ഞാൻ നൽകിയിരിക്കുന്നു. കാരണം രക്തമാണ് ജീവനെ കൊണ്ട് പരിഹാരം അനുഷ്ഠിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇസ്രായേല്യരോട് പറഞ്ഞിട്ടുള്ളത്: നിങ്ങളിൽ ആരും രക്തം ഭക്ഷിക്കരുത്. നിങ്ങളുടെ ഇടയിൽ തൽക്കാലവാസം നടത്തുന്ന പ്രവാസിയും രക്തം ഭക്ഷിക്കരുത്. ഇസ്രായേൽ ഭവനത്തിൽ നിന്നാകട്ടെ അവരുടെ ഇടയിൽ തൽക്കാലവാസം നടത്തുന്ന പ്രവാസിയിൽ നിന്നാകട്ടെ ആരെങ്കിലും ഒരാൾ ഭക്ഷ്യയോഗ്യമായ ഒരു വേട്ടമൃഗത്തെയോ പക്ഷിയെയോ വേട്ടയാടി പിടിക്കുന്നെങ്കിൽ അതിന്റെ രക്തം പൂഴിയിൽ ഊറ്റി മൂടണം. എന്തെന്നാൽ ഓരോ ശരീരയുടെയും ജീവൻ അതിൽ തന്നെയുള്ള അതിന്റെ രക്തമാണ്. അതുകൊണ്ട് ഒരു ശരീരയുടെയും രക്തം നിങ്ങൾ ഭക്ഷിക്കരുതെന്ന് ഞാൻ ഇസ്രായേല്യരോട് പറഞ്ഞിരിക്കുന്നു. ഏത് ശരീരയുടെയും ജീവൻ അതിന്റെ രക്തമായതുകൊണ്ട് ആരെങ്കിലും അത് ഭക്ഷിച്ചാൽ അവൻ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. ദേശവാസിയിലോ പ്രവാസിയിലോ ആരെങ്കിലും ചത്തതിനെയോ കടിച്ചു കീറപ്പെട്ടതിനെയോ ഭക്ഷിച്ചാൽ
അവൻ വെള്ളത്തിൽ തന്റെ വസ്ത്രം അലക്കി കുളിക്കണം. വൈകുന്നേരം വരെ അവൻ മലിനനായിരിക്കും. തുടർന്ന് അവൻ ശുദ്ധിയുള്ളവനാകും. എന്നാൽ അലക്കാതെയും ദേഹം കഴുകാതെയും ഇരുന്നാൽ അവന്റെ കുറ്റം അവൻ വഹിക്കണം. ലേവ്യർ അധ്യായം 18. ലൈംഗിക ധാർമ്മികത. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, നീ ഇസ്രായേല്യരോട് പ്രഖ്യാപിക്കുക, ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. നിങ്ങൾ നിവസിച്ചിരുന്ന ഈജിപ്റ്റ് നാടിന്റെ ചെയ്തിക്കനുസൃതം നിങ്ങൾ പ്രവർത്തിക്കരുത്. ഞാൻ നിങ്ങളെ പ്രവേശിപ്പിക്കാനിരിക്കുന്ന ഇടമായ കാനാൻ ദേശത്തിന്റെ ചെയ്തിക്കനുസൃതവും നിങ്ങൾ പ്രവർത്തിക്കരുത്. നിങ്ങൾ അവരുടെ ചട്ടങ്ങളിൽ വ്യാപരിക്കുകയും വരുത്. നിങ്ങൾ എൻ്റെ ന്യായപ്രമാണങ്ങൾ കാക്കണം. അവയിൽ വ്യാപരിക്കേണ്ടതിന് നിങ്ങൾ എൻ്റെ ചട്ടങ്ങൾ പാലിക്കണം. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. എൻ്റെ ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും നിങ്ങൾ പാലിക്കണം. അവ കാക്കുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും. ഞാനാണ് കർത്താവ്. നിങ്ങളിൽ ഒരുവനും അടുത്ത ചാർച്ചക്കാരെയും അവരുടെ നഗ്നത അനാവൃതമാക്കാൻ സമീപിക്കരുത്. ഞാനാണ് കർത്താവ്. നിന്റെ പിതാവിന്റെ നഗ്നതയും നിന്റെ മാതാവിന്റെ നഗ്നതയും അനാവൃതമാക്കരുത്. അവൾ നിന്റെ അമ്മയാണ്. അവളുടെ നഗ്നത നീ അനാവൃതമാക്കരുത്. നിന്റെ പിതാവിന്റെ ഭാര്യയുടെ നഗ്നത നീ അനാവൃതമാക്കരുത്. അവൾ നിന്റെ പിതാവിന്റെ നഗ്നതയാണ്. നിന്റെ സഹോദരിയുടെ നഗ്നത നിന്റെ പിതാവിന്റെ മകളോ മാതാവിന്റെ മകളോ ആയ ഭവനജാതരുടെയോ അന്യത്ര ജാതരുടെയോ നഗ്നത നീ അനാവൃതമാക്കരുത്. നിന്റെ മകന്റെ മകളുടെയോ നിന്റെ മകളുടെ മകളുടെയോ നഗ്നത നീ അനാവൃതമാക്കരുത്. കാരണം അവർ നിന്റെ നഗ്നതയാണ്. നിന്റെ പിതൃഭാര്യയുടെ മകളുടെ നഗ്നത നിന്റെ പിതൃജാത നിന്റെ സഹോദരി തന്നെയാകിയാൽ അവളുടെ നഗ്നത നീ അനാവൃതമാക്കരുത്. നിന്റെ പിതൃ സഹോദരിയുടെ നഗ്നത നീ അനാവൃതമാക്കരുത്. അവൾ നിന്റെ പിതാവിന്റെ തന്നെ മാംസമാണ്. നിന്റെ മാതൃ സഹോദരിയുടെ നഗ്നത നീ അനാവൃതമാക്കരുത്. അവൾ നിന്റെ മാതാവിന്റെ തന്നെ മാംസമാണ്. നിന്റെ പിതൃ സഹോദരന്റെ നഗ്നത അനാവൃതമാക്കരുത്. അതായത് അവന്റെ ഭാര്യയെ നീ സമീപിക്കരുത്. അവൾ നിന്റെ അമ്മായിയാണ്. നിന്റെ മരുമകളുടെ നഗ്നത നീ അനാവൃതമാക്കരുത്. അവൾ നിന്റെ പുത്രഭാര്യയാണ്. അവളുടെ നഗ്നത നീ അനാവൃതമാക്കരുത്. നിന്റെ സഹോദര ഭാര്യയുടെ നഗ്നത നീ അനാവൃതമാക്കരുത്. അവൾ നിന്റെ സഹോദരന്റെ നഗ്നതയാണ്. ഒരു സ്ത്രീയുടെയും അവളുടെ മകളുടെയും നഗ്നത നീ അനാവൃതമാക്കരുത്. അവളുടെ മകന്റെ മകളെയോ അവളുടെ മകളുടെ മകളെയോ നഗ്നത അനാവൃതമാക്കാൻ നീ പരിഗ്രഹിക്കരുത്. അവർ രക്തബന്ധമുള്ളവരാണ്. അത് അവിഹിത വീഴ്ചയാണ്. ഒരുവൾ നിന്റെ ഭാര്യയായി ജീവിച്ചിരിക്കെ അവളുടെ സഹോദരിയെ പ്രതിയോഗിയാക്കി അവളുടെ നഗ്നത അനാവൃതമാക്കാനായി നീ പരിഗ്രഹിക്കരുത്. മാസമുറയാൽ മലിനയായിരിക്കുന്ന സ്ത്രീയുടെ നഗ്നത അനാവൃതമാക്കാനായി അവളെ നീ സമീപിക്കരുത്. നിന്റെ അയൽക്കാരന്റെ ഭാര്യയോടൊപ്പം മലിനനാകാൻ അവളുമായി നിന്റെ കിടക്ക പങ്കിടരുത്. നിന്റെ സന്തതിയിൽ നിന്ന് ആരെയും മോളക്കിനായി കാഴ്ച നൽകരുത്. നിന്റെ ദൈവത്തിന്റെ നാമം അവഹേളിക്കരുത്. ഞാനാണ് കർത്താവ്. പുരുഷനോടുകൂടെ നീ സ്ത്രൈണശയനം നടത്തരുത്. അത് മ്ലേച്ഛതയാണ്. ഏതെങ്കിലും ഒരു മൃഗം മൂലം മലിനനാകാൻ അതുമായി നീ ശയിക്കരുത്. തന്നോട് വേഷം നടത്താനായി മൃഗത്തിന്റെ മുൻപിൽ ഒരു സ്ത്രീയും നിന്നു കൊടുക്കരുത്. അത് പ്രകൃതി വിരുദ്ധതയാണ്. ഇവയിൽ ഒന്നുകൊണ്ടും നിങ്ങൾ സ്വയം മലിനരാകരുത്. എന്തെന്നാൽ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാൻ ബഹിഷ്കരിക്കാൻ പോകുന്ന ജനതകൾ ഇവയെല്ലാം മൂലം സ്വയം മലിനരാക്കുന്നു. അങ്ങനെ ആ ദേശം മലിനമായിരിക്കുന്നു. അതിന്റെ കുറ്റം ഞാൻ അതിന്മേൽ ആരോപിക്കും. ആ നാട് അതിലെ നിവാസികളെ പുറന്തള്ളും. എന്നാൽ നിങ്ങൾ ദേശവാസിയും നിങ്ങളുടെ ഇടയിൽ തൽക്കാലവാസം നടത്തുന്ന പ്രവാസിയും എന്റെ ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും പാലിക്കണം. ഈ മ്ലേച്ഛതകളിൽ ഒന്നുപോലും നിങ്ങൾ ചെയ്യരുത്. എന്തെന്നാൽ നിങ്ങളുടെ മുമ്പിലുള്ള നാട്ടുകാരാണ് ഈ മ്ലേച്ഛതകളെല്ലാം ചെയ്യുന്നത്. അങ്ങനെ നാട് മലിനമാകുന്നു. നിങ്ങൾക്ക് മുമ്പിലുള്ള ജനതയെ പുറന്തള്ളിയതുപോലെ നാടിനെ നിങ്ങൾ മലിനമാക്കുക വഴി അത് നിങ്ങളെ പുറന്തള്ളാതിരിക്കട്ടെ. ഈ മ്ലേച്ഛ പ്രവൃത്തികൾ ഏതെങ്കിലും ചെയ്യുന്നത് ആരായാലും അത് ചെയ്യുന്ന വ്യക്തികൾ സ്വജനത്തിന്റെ ഇടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുമെന്നതിനാൽ നിങ്ങൾക്ക് മുമ്പിൽ നടമാടുന്ന ഈ മ്ലേച്ഛ സമ്പ്രദായങ്ങളൊന്നും ചെയ്യാതിരിക്കാൻ നിങ്ങൾ എൻ്റെ അനുശാസനം കാക്കണം. അങ്ങനെ അവ വഴി നിങ്ങൾ മലിനരാകാതിരിക്കട്ടെ. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. ലേവ്യർ അധ്യായം 19. വിവിധ നിയമങ്ങൾ. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ഇസ്രായേലിലെ സമൂഹത്തോട് മുഴുവൻ നീ പ്രഖ്യാപിക്കുക, നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ. എന്തെന്നാൽ ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാകുന്നു.
നിങ്ങൾ ഓരോ ആളും തൻ്റെ മാതാവിനെയും പിതാവിനെയും ഭയപ്പെടണം. എൻ്റെ സാബത്തുകൾ നിങ്ങൾ ആചരിക്കണം. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. നിങ്ങൾ വിഗ്രഹങ്ങളിലേക്ക് തിരിയരുത്. നിങ്ങൾക്കായി ദൈവങ്ങളെ വാർത്തുണ്ടാക്കരുത്. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. കർത്താവിന് സമാധാന ബലി അർപ്പിക്കുമ്പോൾ സ്വീകാര്യത നേടും വിധം അത് അർപ്പിക്കണം. നിങ്ങളുടെ ബലിയർപ്പണ ദിനത്തിലും പിറ്റേന്നുമായി അത് ഭക്ഷിക്കപ്പെടണം. 3-ാം ദിവസത്തേക്ക് അവശേഷിക്കുന്നത് അഗ്നിയിൽ ദഹിപ്പിക്കപ്പെടണം. 3-ാം ദിവസം അത് തുടർന്നും ഭക്ഷിക്കപ്പെടുന്നത് നിന്ദ്യമാണ്. അത് സ്വീകാര്യമാവുകയില്ല. അത് ഭക്ഷിക്കുന്നവൻ സ്വന്തം കുറ്റം വഹിക്കണം. എന്തെന്നാൽ അവൻ കർത്താവിൻ്റെ വിശുദ്ധ വസ്തു അവഹേളിച്ചു. അതിനാൽ ആ വ്യക്തി സ്വജനങ്ങളിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. നിങ്ങളുടെ നാടിന്റെ വിള നിങ്ങൾ കൊയ്യുമ്പോൾ വയലിന്റെ അരികെ കൊയ്തു തീർക്കരുത്. നീ നിന്റെ വിളയുടെ കാല പിറക്കരുത്. നിന്റെ മുന്തിരിത്തോട്ടം അടച്ചു പറിക്കരുത്. നിന്റെ മുന്തിരിയുടെ ഉതിർഫലം നീ പെറുക്കിയെടുക്കരുത്. നീ അവ പാവപ്പെട്ടവനും പ്രവാസിക്കുമായി വിടണം. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. നിങ്ങൾ മോഷ്ടിക്കരുത്, വഞ്ചിക്കരുത്, പരസ്പരം വ്യാജമായി പെരുമാറുകയും അരുത്. നിന്റെ ദൈവത്തിന്റെ നാമം അവഹേളിക്കത്തക്ക വിധം വ്യാജമായതിനു വേണ്ടി നിങ്ങൾ എൻ്റെ നാമത്തിൽ ആണയിടരുത്. ഞാനാണ് കർത്താവ്. നീ നിന്റെ അയൽക്കാരനെ ചൂഷണം ചെയ്യരുത്, കൊള്ളയടിക്കരുത്. ദിവസക്കൂലിക്കാരന്റെ വേതനം നിന്റെ പക്കൽ പ്രഭാതം വരെ വൈകിക്കരുത്. ചെകിടനെ നീ ശപിക്കരുത്. കുരുടന്റെ മുമ്പിൽ തടസ്സം വെക്കരുത്. നിന്റെ ദൈവത്തെ പ്രതി നീ ഭയപ്പെടണം. ഞാനാണ് കർത്താവ്. ന്യായവിധിയിൽ നിങ്ങൾ അന്യായം പ്രവർത്തിക്കരുത്. ദരിദ്രന്റെ മുഖം നീ ഗൗനിക്കേണ്ട. വലിയവന്റെ മുഖം പരിഗണിക്കുകയും വേണ്ട. നീതിപൂർവം നീ അയൽക്കാരനെ ന്യായം വിധിക്കണം. നീ നിന്റെ ജനത്തിനെതിരെ പരദൂഷണവുമായി നടക്കരുത്. നിന്റെ അയൽക്കാരന്റെ രക്തത്തിനെതിരെ നിലകൊള്ളരുത്. ഞാനാണ് കർത്താവ്. നിന്റെ ഹൃദയത്തിൽ നിന്റെ സഹോദരനെ നീ വെറുക്കരുത്. നിന്റെ സ്നേഹിതനെ നീ ശാസിക്കുക തന്നെ വേണം. അപ്പോൾ നീ അവനെ പ്രതി പാപം ഏൽക്കാതിരിക്കും. നിന്റെ ജനവിഭാഗത്തോട് പ്രതികാരം ചെയ്യുകയോ പക സൂക്ഷിക്കുകയോ അരുത്. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. ഞാനാണ് കർത്താവ്. എൻ്റെ ചട്ടങ്ങൾ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. നിന്റെ മൃഗത്തെ ഭിന്ന ഇനവുമായി ഇണ ചേർക്കരുത്. നിന്റെ വയലിൽ ഭിന്ന ഇനം വിത്ത് വിതയ്ക്കുകയും അരുത്. ഭിന്ന ഇനം നിർമ്മിതമായ വസ്ത്രങ്ങൾ നീ ധരിക്കുകയും അരുത്. ഒരു സ്ത്രീ ഒരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിട്ടുള്ളവളും പൂർണ്ണമായും വീണ്ടെടുക്കപ്പെടാത്തവളും സ്വാതന്ത്ര്യം നൽകപ്പെടാത്തവളുമായ പരിചാരികയായിരിക്കെ ഒരു പുരുഷൻ അവളോടൊത്ത് ലൈംഗിക ശയനം നടത്തിയാൽ ന്യായ വിചാരണയുണ്ടാകണം. എന്നാൽ അവർ വധിക്കപ്പെടരുത്. കാരണം അവൾ സ്വതന്ത്രയാക്കപ്പെടാത്തവളാണ്. അവനാകട്ടെ കർത്താവിനുള്ള തന്റെ പ്രായശ്ചിത്തയാഗമായി സമാഗമ കൂടാരവാതിൽക്കൽ ഒരു പ്രായശ്ചിത്ത മുട്ടാടിനെ കൊണ്ടുവരണം. കർത്തൃസന്നിധിയിൽ പുരോഹിതൻ പ്രായശ്ചിത്ത മുട്ടാടിനെ കൊണ്ട് അവനു വേണ്ടി അവൻ ചെയ്ത പാപത്തെ പ്രതി പരിഹാരം ചെയ്യണം. അപ്പോൾ അവൻ ചെയ്ത പാപത്തിൽ നിന്ന് അവന് പൊറുതി ലഭിക്കും. നിങ്ങൾ ദേശത്തു വരികയും ഭക്ഷണത്തിനുതകുന്ന ഏത് വൃക്ഷവും നടുകയും ചെയ്യുമ്പോൾ അതിന്റെ ഫലം നിഷിദ്ധമായി കണക്കാക്കണം. 3 വർഷത്തേക്ക് നിങ്ങൾക്ക് അത് നിഷിദ്ധമായിരിക്കും. അത് ഭക്ഷിക്കപ്പെടരുത്. 4-ാം വർഷം അതിന്റെ മുഴുവൻ ഫലവും കർത്താവിന് സ്തോത്ര കാണിക്കയായ വിശുദ്ധ വസ്തുവായിരിക്കും. 5-ാം വർഷമേ അതിന്റെ ഫലം നിങ്ങൾ ഭക്ഷിക്കാവൂ. അങ്ങനെ നിങ്ങൾക്ക് അതിന്റെ വിളവ് വർധനമാകും. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. മാംസം രക്തത്തോടെ നിങ്ങൾ ഭക്ഷിക്കരുത്. ശകുനം നോക്കുകയോ ഭാവിഫലം പ്രവചനം നടത്തുകയോ അരുത്. നിങ്ങളുടെ ശിരസിന്റെ വശം മുണ്ടനം ചെയ്യരുത്. നിന്റെ ദീക്ഷയുടെ അഗ്രം വികലമാക്കരുത്. പരീതാത്മാവിനെ പ്രതി നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ മുറിവുണ്ടാക്കരുത്. നിങ്ങളുടെ മേൽ പച്ച കുത്തരുത്. ഞാനാണ് കർത്താവ്. ദേശം വേശ്യാവൃത്തി ചെയ്യാതിരിക്കാനും ദേശം അവിഹിത വേഴ്ച കൊണ്ട് നിറയാതിരിക്കാനുമായി നീ നിന്റെ പുത്രിയെ ദേവദാസിയാക്കി അവഹേളിക്കരുത്. നിങ്ങൾ എൻ്റെ സാബത്തുകൾ ആചരിക്കുകയും എൻ്റെ വിശുദ്ധ സ്ഥലത്തെ ബഹുമാനിക്കുകയും ചെയ്യണം. ഞാനാണ് കർത്താവ്. മൃതസമ്പർക്ക വിദ്യക്കാരാൽ മലിനരാകാമെന്നതുകൊണ്ട് അവരെ നിങ്ങൾ സമീപിക്കരുത്. മന്ത്രവാദികളെ അന്വേഷിക്കുകയും അരുത്. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. വൃദ്ധർക്ക് മുൻപിൽ നീ എഴുന്നേൽക്കണം. മുതിർന്നയാളുടെ മുഖം മാനിക്കണം. നിന്റെ ദൈവത്തെ പ്രതി നീ ഭയപ്പെടണം. ഞാനാണ് കർത്താവ്. നിങ്ങളുടെ നാട്ടിൽ നിന്നോടുകൂടെ ഒരു പ്രവാസി തൽക്കാലവാസം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവനെ ഞെരുക്കരുത്. നിങ്ങളോടുകൂടെ തൽക്കാലവാസം ചെയ്യുന്ന പ്രവാസി നിങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് ദേശവാസിയെ പോലെയായിരിക്കണം. നീ അവനെ നിന്നെ പോലെ സ്നേഹിക്കണം. കാരണം ഈജിപ്റ്റ് നാട്ടിൽ നിങ്ങൾ പ്രവാസികളായിരുന്നു. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. ന്യായവിധി, അളവ്,
തൂക്കം, വ്യാപ്തം എന്നിവയിൽ നിങ്ങൾ അനീതി പ്രവർത്തിക്കരുത്. കൃത്യതയുള്ള തുലാസും കട്ടികളും ഏഫായും ഹിന്നും നിങ്ങൾക്കുണ്ടായിരിക്കണം. ഞാനാണ് നിങ്ങളെ ഈജിപ്റ്റ് ദേശത്തു നിന്ന് പുറത്തു കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവ്. നിങ്ങൾ എൻ്റെ എല്ലാ ചട്ടങ്ങളും എല്ലാ ന്യായപ്രമാണങ്ങളും പാലിക്കണം. അവ നിങ്ങൾ അനുഷ്ഠിക്കണം. ഞാനാണ് കർത്താവ്. ലേവ്യർ അധ്യായം 20. വിവിധ ശിക്ഷകൾ. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: ഇസ്രായേലിയരോട് നീ പറയണം, ഇസ്രായേലിൽ നിന്നോ ഇസ്രായേലിൽ തൽക്കാലവാസം നടത്തുന്ന പ്രവാസിയിൽ നിന്നോ ആരെങ്കിലും തന്റെ സന്തതികളിൽ ആരെയെങ്കിലും മോളക്കിന് അർപ്പിച്ചാൽ നിശ്ചയമായും അവൻ കൊല്ലപ്പെടണം. നാട്ടുകാർ അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. എന്റെ വിശുദ്ധ സ്ഥലം മലിനമാക്കാനും എന്റെ പരിശുദ്ധ നാമം അവഹേളിക്കാനുമായി തന്റെ സന്തതികളിൽ ആരെയെങ്കിലും അവൻ മോളക്കിന് അർപ്പിച്ചതുകൊണ്ട് അവനെതിരെ ഞാൻ എന്റെ മുഖം തിരിക്കുകയും സ്വജനത്തിനിടയിൽ നിന്ന് അവനെ വിച്ഛേദിക്കുകയും ചെയ്യും. അവൻ മോളക്കിന് തന്റെ സന്തതികളിൽ ആരെയെങ്കിലും അർപ്പിച്ചപ്പോൾ അവനെ കൊല്ലാതിരിക്കാനായി നാട്ടുകാർ അവനിൽ നിന്ന് മനഃപൂർവ്വം തങ്ങളുടെ കണ്ണുകൾ അടച്ചാൽ ഞാൻ എന്റെ മുഖം അവനും അവന്റെ കുടുംബത്തിനുമെതിരെ തിരിക്കും. അവനെയും മോളക്കിന് പിന്നാലെയുള്ള വ്യഭിചാരത്തിന് അവനോടൊപ്പം വ്യതിചലിച്ച എല്ലാവരെയും അവരുടെ ജനത്തിനിടയിൽ നിന്ന് വിച്ഛേദിക്കുകയും ചെയ്യും. മൃതസമ്പർക്ക വിദ്യക്കാരിലേക്കും മന്ത്രവാദികളിലേക്കും അവർക്ക് പിന്നാലെ വിഭജിച്ച് നടക്കാനായി ഒരു വ്യക്തി തിരിഞ്ഞാൽ ആ വ്യക്തിക്കെതിരെ ഞാൻ എന്റെ മുഖം തിരിക്കുകയും അവനെ സ്വജനത്തിനിടയിൽ നിന്ന് വിച്ഛേദിക്കുകയും ചെയ്യും. ആകയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ പവിത്രീകരിച്ച് പരിശുദ്ധരായിരിക്കുവേൻ. കാരണം ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. എന്റെ ചട്ടങ്ങൾ നിങ്ങൾ പാലിക്കുകയും അവ അനുഷ്ഠിക്കുകയും ചെയ്യുവേൻ. ഞാനാണ് നിങ്ങളെ പവിത്രീകരിക്കുന്ന കർത്താവ്. തന്റെ പിതാവിനെയോ മാതാവിനെയോ ശപിക്കുന്ന ഓരോ ആളും നിശ്ചയമായും വധിക്കപ്പെടണം. തന്റെ പിതാവിനെയോ മാതാവിനെയോ ശപിച്ചതിനാൽ അവന്റെ രക്തം അവന്റെ മേൽ തന്നെയായിരിക്കും. ഭർത്തൃമതിയുമായി വ്യഭിചരിക്കുന്നയാൾ തന്റെ അയൽക്കാരന്റെ ഭാര്യയുമായി വ്യഭിചരിക്കുന്നയാൾ നിശ്ചയമായും വധിക്കപ്പെടണം. വ്യഭിചരിക്കുന്നവനും വ്യഭിചരിക്കുന്നവളും വധിക്കപ്പെടണം. സ്വപിതാവിന്റെ ഭാര്യയോടൊത്ത് ശയിക്കുന്നവൻ സ്വപിതാവിന്റെ നഗ്നത തന്നെ അനാവൃതമാക്കുന്നു. അവരിരുവരും വധിക്കപ്പെടണം. അവരുടെ രക്തം അവരുടെ മേലായിരിക്കട്ടെ. ഒരാൾ തന്റെ മരുമകളോടൊത്ത് ശയിച്ചാൽ ഇരുവരും നിശ്ചയമായും വധിക്കപ്പെടണം. അവർ പ്രകൃതി വിരുദ്ധത ചെയ്തിരിക്കുന്നു. അവരുടെ രക്തം അവരുടെ മേലായിരിക്കട്ടെ. ഒരുവൻ പുരുഷനോടുകൂടെ സ്ത്രൈണശയനം നടത്തിയാൽ ഇരുവരും പ്രവർത്തിക്കുന്നത് മ്ലേച്ഛതയാണ്. അവർ നിശ്ചയമായും വധിക്കപ്പെടണം. അവരുടെ രക്തം അവരുടെ മേലായിരിക്കട്ടെ. ഒരാൾ ഒരു സ്ത്രീയെയും അവളുടെ അമ്മയെയും പരിഗ്രഹിച്ചാൽ അത് അവിഹിത വീഴ്ചയാകുന്നു. അവനെയും അവരെയും അഗ്നിയിൽ ദഹിപ്പിക്കണം. നിങ്ങളുടെ ഇടയിൽ ഹീനകൃത്യം ഉണ്ടാകാൻ പാടില്ല. ഒരുവൻ മൃഗവുമായി വീഴ്ച നടത്തിയാൽ അവൻ നിശ്ചയമായും വധിക്കപ്പെടണം. മൃഗത്തെയും നിങ്ങൾ കൊല്ലണം. ഒരു സ്ത്രീ തന്നോട് വീഴ്ച നടത്താനായി ഏതെങ്കിലും ഒരു മൃഗത്തെ സമീപിച്ചാൽ സ്ത്രീയെയും മൃഗത്തെയും നീ വധിക്കണം. അവർ നിശ്ചയമായും വധിക്കപ്പെടണം. അവരുടെ രക്തം അവരുടെ മേലായിരിക്കട്ടെ. ഒരുവൻ തന്റെ പിതാവിന്റെ മകളോ മാതാവിന്റെ മകളോ ആയ തന്റെ സഹോദരിയെ പ്രാപിക്കുക വഴി അവളുടെ നഗ്നത അവൻ കാണുകയോ അവന്റെ നഗ്നത അവൾ കാണുകയോ ചെയ്താൽ അത് ദുഷ്കീർത്തിയാണ്. തങ്ങളുടെ ജനവിഭാഗ സമക്ഷം അവർ വിച്ഛേദിക്കപ്പെടണം. അവൻ തന്റെ സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കിയിരിക്കുന്നു. അവൻ അതിന്റെ കുറ്റം വഹിക്കണം. ആർത്തവമുള്ള സ്ത്രീയോടുകൂടെ ശയിക്കുകയും അവളുടെ നഗ്നത അനാവൃതമാക്കുകയും ചെയ്യുന്ന ഒരുവൻ അവളുടെ സ്രവം അനാവൃതമാക്കുന്നു. അവൾ തന്റെ രക്തസ്രാവം പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു. അതിനാൽ അവരിരുവരും സ്വജനത്തിനിടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. നിന്റെ മാതൃ സഹോദരിയുടെയോ പിതൃ സഹോദരിയുടെയോ നഗ്നത നീ അനാവൃതമാക്കരുത്. എന്തെന്നാൽ അവൻ സ്വന്തം മാംസത്തെയാണ് നഗ്നമാക്കിയിരിക്കുന്നത്. അവർ തങ്ങളുടെ കുറ്റം വഹിക്കണം. തന്റെ അമ്മായിയോടൊപ്പം ശയിക്കുന്നവൻ തന്റെ അമ്മാവിന്റെ നഗ്നത അനാവൃതമാക്കുന്നു. തങ്ങളുടെ പാപം അവർ വഹിക്കണം. അവർ മക്കളില്ലാതെ മരിക്കട്ടെ. ഒരുവൻ സഹോദര ഭാര്യയെ പ്രാപിച്ചാൽ അത് നിഷിദ്ധ സംഗമമാണ്. അവൻ തന്റെ സഹോദരന്റെ തന്നെ നഗ്നതയാണ് അനാവൃതമാക്കുന്നത്. അവർ സന്താനരഹിതരാകട്ടെ. വസിക്കാനുള്ള ഇടയമായി നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്ന നാട് നിങ്ങളെ പുറന്തള്ളാതിരിക്കാൻ നിങ്ങൾ എൻ്റെ എല്ലാ ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും പാലിക്കുകയും അവ അനുഷ്ഠിക്കുകയും ചെയ്യണം. നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാൻ നിഷ്കാസനം ചെയ്യുന്ന ജനതയുടെ സമ്പ്രദായങ്ങളിൽ നിങ്ങൾ ചരിക്കരുത്. കാരണം അവർ ഇവയെല്ലാം ചെയ്യുന്നതിനാൽ അവരോട് എനിക്ക് വെറുപ്പാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അവരുടെ മണ്ണ് കൈവശമാക്കും. പാലും തേനും ഒഴുകുന്ന നാട് നിങ്ങൾ കൈവശമാക്കാനായി ഞാൻ തരും. നിങ്ങളെ ജനങ്ങളിൽ നിന്ന് വേർതിരിച്ച ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്.
അതിനാൽ ശുദ്ധിയുള്ളതും മലിനവുമായ മൃഗഗണം തമ്മിലും മലിനവും ശുദ്ധിയുള്ളതുമായ പക്ഷിഗണം തമ്മിലും നിങ്ങൾ വേർതിരിക്കണം. മലിനമെന്ന് പ്രഖ്യാപിക്കാൻ ഞാൻ നിങ്ങൾക്കായി വേർതിരിച്ചിട്ടുള്ള മൃഗഗണം വഴിയോ പക്ഷിഗണം വഴിയോ നിലത്തിഴയുന്ന എന്തെങ്കിലും വഴിയോ നിങ്ങൾ നിങ്ങളുടെ ആത്മാക്കളെ നിന്ദ്യമാക്കരുത്. നിങ്ങൾ എനിക്ക് പരിശുദ്ധരായിരിക്കണം, എന്തെന്നാൽ കർത്താവായി ഞാൻ പരിശുദ്ധനാകുന്നു. എന്റേതായിരിക്കാൻ നിങ്ങളെ ഞാൻ ജനങ്ങളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ അവരിൽ മൃതസമ്പർക്ക വിദ്യക്കാരനോ മന്ത്രവാദിയോ ഉണ്ടെങ്കിൽ അവർ നിശ്ചയമായും വധിക്കപ്പെടണം. അവരെ കല്ലെറിഞ്ഞു കൊല്ലണം. അവരുടെ രക്തം അവരുടെ മേലായിരിക്കട്ടെ. സങ്കീർത്തനങ്ങൾ 104 105. സങ്കീർത്തനം 104. പ്രപഞ്ച കർത്താവിന് പ്രകീർത്തനം. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. എന്റെ ദൈവമായ കർത്താവേ, അങ്ങ് അതീവം വലിയവനാണ്. അങ്ങ് പ്രതാപവും പ്രാഭവും അണിഞ്ഞിരിക്കുന്നു. അങ്ങ് വസ്ത്രമെന്ന പോലെ പ്രകാശം ഉടുക്കുന്നവനാണ്. മേലാപ്പ് പോലെ ആകാശം വിരിക്കുന്നവൻ. സ്വന്തം മാളികകൾക്ക് ജലത്തിന്മേൽ തുലാമുറപ്പിച്ചവൻ. മേഘങ്ങൾ തന്റെ രഥമാക്കിയവൻ. കാറ്റിൻ ചിറകുകളിലേറി സഞ്ചരിക്കുന്നവൻ. കാറ്റുകളെ തന്റെ ദൂതരായും ജ്വലിക്കുന്ന അഗ്നിയെ തന്റെ സേവകരായും ഉരുവാക്കുന്നവൻ. അവിടുന്ന് ഭൂമിയെ അതിന്റെ അടിസ്ഥാനങ്ങൾക്ക് മേൽ ഇളകാത്ത വിധം എന്നേക്കും ശാശ്വതമായി ഉറപ്പിച്ചു. വസ്ത്രമെന്ന പോലെ ആഴം അതിനെ ആവരണം ചെയ്തു. ജലസഞ്ചയങ്ങൾ പർവ്വതങ്ങൾക്ക് മീതെ നിൽക്കുന്നു. അങ്ങയുടെ ശാസനം മൂലം അവ ഓടിയകലും. അങ്ങയുടെ ഇടിമുഴക്കം മൂലം അവ അരണ്ടോടും. അങ്ങ് അവയ്ക്കായി നിർണയിച്ച സ്ഥാനത്ത് തന്നെ പർവ്വതങ്ങൾ ഉയർന്നും താഴ്വരകൾ താഴ്ന്നു നിൽക്കുന്നു. ഭൂമിയെ മൂടാൻ അവ കടന്നു കയറാതെയും തിരിച്ചു വരാതെയും അങ്ങ് അതിര് നിശ്ചയിച്ചു. അവിടുന്ന് താഴ്വരകളിൽ ഉറവകൾ പ്രവഹിക്കുന്നവനാണ്. അവ മലയിടുക്കുകളിലൂടെ ഒഴുകുന്നു. അവ സകല വന്യജീവിക്കും കുടിക്കാൻ കൊടുക്കുന്നു. കാട്ടുകഴുതകൾ തങ്ങളുടെ ദാഹം ശമിപ്പിക്കുന്നു. ആകാശപ്പറവക്കൂട്ടം അവയോട് ചേർന്ന് ചേക്കേറുന്നു. മരക്കൊമ്പുകൾക്കിടയിൽ നിന്ന് അവ കളരവ മുതിർക്കുന്നു. തന്റെ ഉന്നത മന്ദിരത്തിൽ നിന്ന് അവിടുന്ന് മലകളെ നനയ്ക്കുന്നു. അങ്ങയുടെ പ്രവൃത്തികളുടെ ഫലം കൊണ്ട് ഭൂമി തൃപ്തി അടയുന്നു. അവിടുന്ന് മൃഗഗണത്തിനു വേണ്ടി പുല്ല് മുളപ്പിക്കുന്നു. മനുഷ്യന്റെ ജോലിക്കായി സസ്യജാലവും. ഭൂമിയിൽ നിന്ന് ആഹാരം പുറപ്പെടുത്താനും എണ്ണ കൊണ്ട് മുഖം മിനുക്കാനുമാണിത്. മർത്യഹൃദയത്തെ വീഞ്ഞ് സന്തോഷിപ്പിക്കുന്നു. മർത്യഹൃദയത്തെ അപ്പം ഉന്മേഷപ്പെടുത്തുന്നു. കർത്താവിന്റെ വൃക്ഷങ്ങളായി അവിടുന്ന് നട്ട ലെബനോനിലെ ദേവദാരുക്കൾ തൃപ്തി അടയുന്നു. അവിടെ പക്ഷികൾ കൂടുകൂട്ടുന്നു. തലപ്പുകളിലേക്ക് കൊക്ക് തന്റെ നീഡവും. കാട്ടാടുകൾക്കുള്ള ഉയർന്ന ഇടങ്ങളാണ് പർവ്വതങ്ങൾ. ശിലകൾ കുഴിമുയലുകൾക്ക് സങ്കേതവും. ഋതുക്കൾക്കായി അവിടുന്ന് ചന്ദ്രനെ നിർമ്മിച്ചു. സൂര്യന് തന്റെ അസ്തമയം അറിയാം. അങ്ങ് ഇരുട്ട് പരത്തുമ്പോൾ രാത്രിയാകുന്നു. അതിൽ സകല വന്യജീവിയും വിഹരിക്കുന്നു. യുവസിംഹങ്ങൾ അലറുന്നത് ഇരയ്ക്കു വേണ്ടിയാണ്. തമ്പുരാന്റെ പക്കൽ തങ്ങളുടെ ആഹാരം തേടാനുമാണ്. സൂര്യൻ ഉദിക്കുമ്പോൾ അവ സംഘം ചേർന്ന് സ്വന്തം ഗുഹകളിലേക്ക് പതുങ്ങുന്നു. മനുഷ്യൻ തന്റെ വേലയ്ക്കും സന്ധ്യോളമുള്ള തന്റെ ജോലിക്കും പുറപ്പെടുന്നു. കർത്താവെ, അങ്ങയുടെ പ്രവൃത്തികൾ എത്ര അസംഖ്യം! ജ്ഞാനത്തിൽ അങ്ങ് അവയെല്ലാം നിർവഹിച്ചിരിക്കുന്നു. ഭൂമി അങ്ങയുടെ സമ്പത്ത് നിറഞ്ഞതാണ്. അതാ സമുദ്രം വലുതും ഇരുമടങ്ങ് വിസ്തൃതവുമാണ്. അവിടെ അസംഖ്യം ഇഴജന്തുക്കൾ, ചെറുതും വലുതുമായ ജീവികൾ. അവിടെ കപ്പലുകൾ സഞ്ചരിക്കുന്നു. അതിൽ ഉല്ലസിക്കാനായി അങ്ങ് രൂപം നൽകിയ ലെവ്യാഥാനും. യഥാസമയം തങ്ങളുടെ ഭക്ഷണം ലഭിക്കാൻ അവയെല്ലാം അങ്ങയെ കാത്തിരിക്കുന്നു. അങ്ങ് അവയ്ക്ക് നൽകും, അവ പെറുക്കിയെടുക്കും. അങ്ങ് തൃക്കൈ തുറക്കും, അവ സംതൃപ്തി അടയും. അങ്ങ് തിരുമുഖം മറയ്ക്കും, അവ പരിഭ്രമിക്കും. അങ്ങ് അവയുടെ ചൈതന്യം പിൻവലിക്കും. അവ ചത്ത് തങ്ങളുടെ പൂഴിയിലേക്ക് മടങ്ങും. അങ്ങ് അങ്ങയുടെ ശ്വാസം അയക്കും, അവ സൃഷ്ടിക്കപ്പെടും. ഭൂമുഖം അങ്ങ് നവീകരിക്കുകയും ചെയ്യും. കർത്താവിന്റെ മഹത്വം ശാശ്വതമാകട്ടെ. കർത്താവ് തന്റെ പ്രവൃത്തികളിൽ സന്തോഷിക്കട്ടെ. അവിടുന്ന് ഭൂമിയിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ അത് വിറയ്ക്കും. അവിടുന്ന് പർവ്വതങ്ങളെ സ്പർശിക്കുമ്പോൾ അവ പുകയും. എന്റെ ജീവിതത്തിൽ ഞാൻ കർത്താവിന് ഗാനമാലപിക്കും. ഞാനുള്ളിടത്തോളം എന്റെ ദൈവത്തിന് കീർത്തനമാലപിക്കും. എന്റെ ചിന്ത അവിടത്തേക്ക് ആസ്വാദ്യമായിരിക്കട്ടെ. ഞാൻ കർത്താവിൽ സന്തോഷിക്കും. പാപികൾ ഭൂമിയിൽ നിന്ന് തിരോഭവിക്കട്ടെ. ഇനിമേൽ ദുഷ്ടർ ഇല്ലാതിരിക്കട്ടെ. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. ഹല്ലേലൂയാ. സങ്കീർത്തനം 105. ഇസ്രായേലിനെ നയിച്ച ദൈവം. കർത്താവിന് നിങ്ങൾ കൃതജ്ഞത അർപ്പിക്കുവേൻ. തിരുനാമം വിളിച്ചപേക്ഷിക്കുവേൻ. അവിടുത്തെ കൃത്യങ്ങൾ ജനങ്ങൾക്കിടയിൽ അറിയിക്കുവേൻ.
അവിടത്തേക്ക് ഗാനം ആലപിക്കുവേൻ, അവിടുത്തെ പ്രകീർത്തിക്കുവേൻ. അവിടുത്തെ എല്ലാ വിസ്മയകൃത്യങ്ങളെയും കുറിച്ച് ധ്യാനിക്കുവേൻ. അവിടുത്തെ വിശുദ്ധ നാമത്തിൽ അഭിമാനിക്കുവേൻ. കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ. കർത്താവിനെയും അവിടുത്തെ ബലവും അന്വേഷിക്കുവേൻ. നിരന്തരം അവിടുത്തെ മുഖം തേടുവേൻ. അവിടുന്ന് ചെയ്ത വിസ്മയകൃത്യങ്ങൾ, അവിടുത്തെ അത്ഭുതങ്ങളും ന്യായവിധി പ്രസ്താവങ്ങളും ഓർക്കുവിൻ. അവിടുത്തെ ദാസനായ അബ്രാഹത്തിന്റെ സന്തതി, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരായ യാക്കോബ്യരെ. അവിടുന്നാണ് നമ്മുടെ ദൈവമായ കർത്താവ്. അവിടുത്തെ ന്യായവിധികൾ ഭൂമി മുഴുവനിലുമുണ്ട്. അവിടുന്ന് തന്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിച്ച് 1000 തലമുറയോട് വചനം അനുശാസിച്ചിരിക്കുന്നു. അത് അവിടുന്ന് അബ്രാഹത്തോട് ചെയ്തതാണ്. ഇസ്ഹാക്കിനോടുള്ള അവിടുത്തെ ശപഥവുമാണ്. അത് യാക്കോബിനൊരു ചട്ടമായും ഇസ്രായേലിന് ശാശ്വതമായ ഒരു ഉടമ്പടിയായും നിലനിർത്തിക്കൊണ്ട് അവിടുന്ന് അരുൾ ചെയ്തു. നിങ്ങളുടെ അവകാശവിഹിതമായി കാനാൻ നാട് നിങ്ങൾക്ക് ഞാൻ നൽകും. അതിൽ എണ്ണത്തിൽ തുലോം കുറഞ്ഞവരും പരദേശികളുമായിരിക്കെ അവർ ഒരു ജനതയിൽ നിന്ന് മറ്റൊരു ജനതയിലേക്ക്, ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു ജനത്തിലേക്ക് അലഞ്ഞു നടന്നിരുന്നു. അവരെ പീഡിപ്പിക്കാൻ മനുഷ്യനെ അവിടുന്ന് അനുവദിച്ചില്ല. അവരെ പ്രതി അവിടുന്ന് രാജാക്കന്മാരെ ശകാരിച്ചു. എന്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത്, എന്റെ പ്രവാചകർക്ക് ഉപദ്രവം ചെയ്യരുത്. അവിടുന്ന് നാടിന് മേൽ ക്ഷാമം വിളിച്ചു വരുത്തി അപ്പത്തിന്റെ കോലെല്ലാം ഒടുക്കുകയും ചെയ്തു. അവിടുന്ന് അവർക്ക് മുമ്പേ ഒരുവനെ അയച്ചു. ജോസഫ് അടിമയായി വിൽക്കപ്പെട്ടു. അവർ അവന്റെ കാലുകൾ വിലങ്ങുകൊണ്ട് പീഡിപ്പിച്ചു. അവന്റെ കഴുത്ത് ഇരുമ്പ് പട്ടയിലായി. അവന്റെ വചനം നിറവേറിയ സമയം വരെ കർത്താവിന്റെ വചസ്സ് അവനെ അഗ്നിശോധന ചെയ്തു. രാജാവ് ആളയച്ചു. ജനങ്ങളുടെ ഭരണകർത്താവ് അവനെ വിടുവിച്ചു. അദ്ദേഹം അവനെ സ്വതന്ത്രനാക്കി. അദ്ദേഹം അവനെ തന്റെ ഭവനത്തിന് നാഥനും തന്റെ സമ്പത്തിന്റെ എല്ലാം ഭരണകർത്താവുമായി നിയമിച്ചു. അദ്ദേഹത്തിന്റെ പ്രഭുക്കന്മാരെ യഥേഷ്ടം നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠന്മാരെ അവൻ ജ്ഞാനമതികളാക്കി. തുടർന്ന് ഇസ്രായേൽ ഈജിപ്തിലേക്ക് വന്നു. യാക്കോബ് ഹാമിന്റെ നാട്ടിൽ പ്രവാസിയായി. ദൈവം തന്റെ ജനത്തെ ഏറെ പെരുകാനിടയാക്കി. അതിനെ തന്റെ വൈരികളെക്കാൾ പ്രബലരാക്കി. തന്റെ ജനത്തെ വെറുക്കാൻ, തന്റെ ദാസരോട് കൗശലം കാണിക്കാൻ അവിടുന്ന് അവരുടെ ഹൃദയം മാറ്റിമറിച്ചു. അവിടുന്ന് തന്റെ ദാസനായ മോശയെയും താൻ തിരഞ്ഞെടുത്ത അഹറോനെയും അയച്ചു. അവരുടെ ഇടയിൽ അവിടുത്തെ അടയാളങ്ങളുടെ കാര്യങ്ങളും ഹാമിന്റെ ദേശത്തെ അത്ഭുതങ്ങളും അവർ പ്രകടമാക്കി. അവിടുന്ന് അന്ധകാരം അയച്ചിരുട്ടാക്കി. അവർ അവിടുത്തെ ബാധകൾ ചെറുത്തു നിന്നില്ല. അവിടുന്ന് അവരുടെ ജലാശയങ്ങൾ രക്തമായി മാറ്റി. അവരുടെ മത്സ്യഗണത്തെ നിഹനിച്ചു. അവരുടെ നാട് നിറയെ തവളകളായി. അവരുടെ രാജാക്കന്മാരുടെ ഉൾമുറികളിലും അവിടുന്ന് കൽപ്പിച്ചു ഈച്ചക്കൂട്ടം വന്നു. അവരുടെ പ്രദേശത്തെങ്ങും പേനുകളും. അവിടുന്ന് അവരുടെ മഴകളായി കന്മഴ കൊടുത്തു. അവരുടെ നാട്ടിൽ മിന്നൽ പിണറുകളും. അവിടുന്ന് അവരുടെ മുന്തിരിച്ചെടിയും അത്തിവൃക്ഷവും നശിപ്പിച്ചു. അവരുടെ പ്രദേശത്തെ വൃക്ഷഗണം തകർത്തു. അവിടുന്ന് കൽപ്പിച്ചു, വെട്ടുക്കിളി ഗണം വന്നു, അസംഖ്യമായ പച്ചക്കുതിരഗണവും. അവ അവരുടെ നാട്ടിലെ സകല സസ്യവും തിന്നു. അവരുടെ നിലത്തിന്റെ ഫലം തിന്നൊടുക്കി. അവരുടെ നാട്ടിലെ കടിഞ്ഞൂലിനെയെല്ലാം സകല പൗരുഷത്തിനുമുള്ള ആദ്യഫലം അവിടുന്ന് സംഹരിച്ചു. അനന്തരം അവിടുന്ന് അവരെ സ്വർണത്തോടും വെള്ളിയോടും കൂടെ പുറത്തു കൊണ്ടുവന്നു. അവിടുത്തെ ഗോത്രങ്ങളിൽ ഒന്നിനും കാലിടറിയില്ല. അവരുടെ പുറപ്പാടിൽ ഈജിപ്തുകാർ സന്തോഷിച്ചു. എന്തെന്നാൽ അവരെ പറ്റിയുള്ള ഭീതി അവരുടെ മേൽ നിബദിച്ചിരുന്നു. അവിടുന്ന് തണലിന് വേണ്ടി ഒരു മേഘവും രാത്രിയെ പ്രകാശിപ്പിക്കാൻ അഗ്നിയും വിരിച്ചു. അവർ ചോദിച്ചു, അവിടുന്ന് കാടപക്ഷിഗണത്തെ വരുത്തി. ആകാശത്തിന്റെ അപ്പം കൊണ്ട് അവിടുന്ന് അവരെ തൃപ്തിപ്പെടുത്തി. അവിടുന്ന് പാറ തുറന്നു, വെള്ളം പൊട്ടിയൊഴുകി. അത് ഉണങ്ങിയ ഇടങ്ങളിലൂടെ നദിയായി പ്രവഹിച്ചു. എന്തെന്നാൽ അവിടുന്ന് തന്റെ വിശുദ്ധ വാഗ്ദാനത്തെ, തന്റെ ദാസനായ അബ്രാഹത്തെ അനുസ്മരിച്ചു. അവിടുന്ന് തന്റെ ജനത്തെ ആനന്ദത്തോടെ, തന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ആർപ്പ് വിളിയോടെ പുറത്തെത്തിച്ചു. ജനപദങ്ങളുടെ അധ്വാന ഫലം അവർ കൈയടക്കും വിധം അവിടുന്ന് ജനതകളുടെ ദേശങ്ങൾ അവർക്ക് നൽകി. അവർ അവിടുത്തെ ചട്ടങ്ങൾ പാലിക്കാനും നിയമങ്ങൾ കാത്തു സൂക്ഷിക്കാനുമായിരുന്നു അത്. ഹല്ലേലൂയ.